my dear cuties, welcome back to my YouTube channel Cuties Vlog. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവരുടെയും വീട്ടിലുണ്ടാവും. എന്താണെന്ന് അറിയാലോ? സ്റ്റാർ ഫ്രൂട്ട്. ഇത് നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ. അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മിക്കവരുടെ വീട്ടിലും ഈ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞ ഇങ്ങനെ ഇരിക്കും, അരിയാത്തപ്പോൾ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ഉപ്പാണ്, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ കായം, പിന്നെ വേണ്ടതാണ് മുളക് പൊടി. അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാം. ബാ, ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, ഒരിത്തിരി ഓയിൽ മതി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, അത് ഉലുവാപ്പൊടി അത് 3 സ്പൂൺ ഇടും. അപ്പം ഇത് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. 2-3 സ്പൂണൊക്കെ ഇട്ടേക്കാം. ഇതാ നമ്മൾ 3ന്റെ ഹാഫ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ചും കൂടി ഇട്ടേക്കാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കായം പൊടി ആട്ടോ ഇത്, അത് ഒരു ഹാഫ് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഹാഫ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് നമ്മുടെ മെയിൻ ഉപ്പാണ്. മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ ഉപ്പ്. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലിടണം. ഇപ്പോൾ ഉപ്പ് ഇതാ ഇടുക കേട്ടോ, ഉപ്പ് നന്നായിട്ട് ഇടണോട്ടെ കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ചട്ടുകം വെച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ. എല്ലാം കൂടി ഒരു പരുവത്തിൽ കുഴമ്പുമില്ല, ഒരു മിക്സ് ആക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇതേ ആയി. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇടാം. അപ്പോൾ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഇടാം കേട്ടോ. ഇതേ സ്റ്റാർ ഫ്രൂട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. നല്ലതാണ് ഇത്. ഈ പുളിയൊക്കെ ഉണ്ടല്ലോ, നല്ല പുളിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിന്. നിങ്ങൾക്കറിയാലോ അച്ചാറിനൊക്കെ നല്ല പുളിയാണ്, ഈ സ്റ്റാർ ഫ്രൂട്ടിന് അതിനേക്കാളും പുളിയാണ്. അപ്പോൾ എന്താ നല്ല പുളിയായിരിക്കും. നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇത് നന്നായിട്ട് സ്റ്റാർ ഫ്രൂട്ടിലോട്ട് എല്ലാം കൂടി പിടിച്ച് വന്നാൽ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞ് നമ്മുടെ അച്ചാർ റെഡി ആവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് ഈ സ്റ്റാർ ഫ്രൂട്ടിലോട്ട് എല്ലാം ഈ മസാല ഉണ്ടല്ലോ, ഈ അച്ചാറിൻ്റെ മസാല. അപ്പം ഈ അച്ചാറിൻ്റെ മസാല എല്ലാം സ്റ്റാർ ഫ്രൂട്ടിലോട്ടും പിടിക്കണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഏകദേശം ഒരു കുറച്ചും കൂടി ഉപ്പിട്ടേക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാം, 1 സ്പൂൺ ഉപ്പിടാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ ഉപ്പിട്ട നന്നായിട്ട്. ഇപ്പം നമ്മൾ ലോങ് ഫ്ലെയിമിലാട്ടോ ഇട്ടേക്കണേ. നന്നായിട്ട് ഇളക്കണം. എൻ്റെ പുകയടിച്ചിട്ട് തുമ്മലും ചുമയൊക്കെ വന്നു. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ആയിരിക്കും. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാർ റെഡി ആവാറായി ഏകദേശം. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാർ റെഡി ആവുമ്പോൾ ഇരിക്കണത്. ഇങ്ങനെയാട്ടോ ഫ്രണ്ട്സ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കട്ട് ചെയ്യരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളിത് നിൽക്കാണ്ട് കാണണം കേട്ടോ. നിങ്ങൾ കണ്ട് ഇതിൻ്റെ ഷോർട്സ് ഞങ്ങൾ ഈ സ്റ്റാർ ഫ്രൂട്ട് മറ്റേ
മരത്തിൽ തൂങ്ങി കിടക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർ ഫ്രൂട്ട് അച്ചാറിടുന്ന വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അച്ചാറിടുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അച്ചാറിടുന്ന വീഡിയോ. ഇപ്പോൾ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. നന്നായിട്ട് ഇളക്കി അമ്മാമ്മയാണ് ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യണേ. എനിക്ക് ഇളക്കുമ്പോൾ എല്ലാ സ്ഥലത്തോട്ടും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഈ മസാല ആവില്ല. ഈ സ്റ്റാർ ഫ്രൂട്ടിലോട്ട് എല്ലാ ഇടത്തോട്ടും മസാല ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അമ്മാമ്മയെ കൊണ്ട് ചെയ്യിക്കണേ. നിങ്ങൾ വിചാരിക്കരുത് എല്ലാ അമ്മാമ്മയെ ചെയ്യണമെന്ന്. പൊടികളൊക്കെ ഇട്ടത് ഞാനാ. ഇത് ലോങ് ഫ്ലെയിമിലാണ് കിടക്കണേ. കണ്ടോ, ലോങ് ഫ്ലെയിമിലാട്ടോ കിടക്കണേ. ലോ ഫ്ലെയിമിലാണ് കിടക്കാൻ. നന്നായിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. പല നല്ല മണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൾ ഈ കുറച്ച് വീഡിയോസിൽ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല. ആള് കുറച്ച് വീഡിയോസിലൊന്നും വന്നിട്ടില്ല കേട്ടോ. മിക്ക വീഡിയോസും ഞാനാണ് ചെയ്യാറ്. ഇൻട്രോ എടുക്കണത് എല്ലാം ഞാനാ ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് അവളെ കൂട്ടാന്ന് വിചാരിച്ചപ്പോൾ അവള് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു വരാൻ. അതേ ഉള്ളൂ. ഇപ്പൊ കുട്ടീസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അവള് വന്നിട്ടില്ല. ഇതാവാറായി. നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോവാം. ഇതാവാറായിട്ടോ. ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് കണ്ടോ. വീഡിയോ ഓണാക്കിയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി പുളിക്ക് വേണ്ടി ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട്. ഓൾറെഡി പുളി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരിയും കൂടി പുളി വേണം. അതുകൊണ്ടാണ് കുറച്ചും കൂടി വിനാഗിരി ഇട്ട്. ഇപ്പോൾ ഹെൽപ്പറായ നമുക്ക് അമ്മാമ്മോട് ഒന്നും കൂടി ഇളക്കാൻ പറയാം. ഇളക്കിക്കേ. ഞാൻ ഇളക്കി ഇത് എല്ലാ സ്ഥലത്തോട്ടും ആവില്ല. അതുകൊണ്ടാണ് അമ്മാമ്മ ഇളക്കണേ. ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുളി ഇപ്പം നിങ്ങൾ വെച്ച് നോക്കുക കയ്യിലോട്ട് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഒന്നുകൂടി കണ്ടോ. അപ്പോൾ അച്ചാർ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ റെഡി. സ്റ്റാർ ഫ്രൂട്ട് ആണ്. ഈ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി. പിന്നെ ഈ വിനാഗിരി ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പുളി അനുസരിച്ച് ചേർക്കാം. നമുക്ക് ഒരു സ്പൂണൊക്കെ നിങ്ങൾക്ക് പുളി ഒട്ടുമില്ലെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരി ചേർക്കാം. പിന്നെ ഇപ്പം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പുളി ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി പുളി വേണമെന്നുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള ഇന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിരിക്കും.